ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എപ്സിലോൺ NFA ആണ്. വാട്ട് ഈസ് എപ്സിലോൺ NFA? An NFA with epsilon transition, which means that if I can move from one state to another state using just epsilon, അതിനെ നമ്മൾ എപ്സിലോൺ NFA എന്ന് പറയും. ഹിയർ എപ്സിലോൺ സ്റ്റാൻഡ്സ് ഫോർ എൻ empty string. നമ്മൾ നേരത്തെ പഠിച്ചതിനനുസരിച്ച് NFAയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ, Q ക്രോസ് സിഗ്മ, ഇറ്റ് ഗിവ്സ് 2 ദാറ്റ് ഈസ് എ പവർ സെറ്റ്. കോമ്പിനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ആൽഫബറ്റ്സിലോട്ട് ഞാൻ എപ്സിലോണിനെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് മൈ എപ്സിലോൺ NFA. ഇറ്റ് ഈസ് ഓൾസോ എ കളക്ഷൻ ഓഫ് 5 ടപ്പിൾസ്, വിച്ച് മീൻസ് Q സിഗ്മ, നമ്മുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉണ്ട്, Q0 ഉണ്ട്, ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്. Next, we are going to look into epsilon closure. എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് എപ്സിലോൺ വഴി റീച്ച് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ എപ്സിലോൺ ക്ലോഷർ. ഇപ്പം ഞാനൊരു സ്റ്റേറ്റ് Q0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q0 ഇറ്റ് സെൽഫ് വിൽ ബി ഇറ്റ്സ് എപ്സിലോൺ ക്ലോഷർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു എപ്സിലോൺ വെച്ച് Q0യിൽ നിന്നും എനിക്ക് ഏതൊക്കെ സ്റ്റേറ്റിൽ എത്താനായിട്ട് പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ഞാൻ എൻ്റെ എപ്സിലോൺ ക്ലോഷറിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും. മേ ബി ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ ക്വസ്റ്റ്യൻ ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മച്ച് മോർ ബെറ്റർ. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, Q0, Q1, Q2 ആൻഡ് Q3. Q0ൻ്റെ കാര്യം നമുക്ക് എടുക്കാം. സോ Q0 ഇറ്റ് സെൽഫ് വിൽ ബി എ പാർട്ട് ഓഫ് ദി എപ്സിലോൺ ക്ലോഷർ. Q0യിൽ നിന്നും എനിക്ക് എപ്സിലോൺ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും? Q0 to Q1 എനിക്ക് പോകാം അല്ലേ? സോ Q1 ഞാൻ എഴുതി. ആ Q1ൽ നിന്നും എനിക്ക് എപ്സിലോൺ കൊടുത്ത് Q3യിലോട്ട് പോകാൻ പറ്റും. സോ Q3 നമ്മൾ എഴുതി. അത്രയാണ് Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം, Q2 എന്തുകൊണ്ട് എഴുതാൻ പറ്റാതെ? ഇപ്പം ഞാനിപ്പോൾ എപ്സിലോൺ കൊടുത്ത് Q0ൽ നിന്ന് Q1 വരെ ഞാൻ വന്നു. ഇനി എനിക്ക് എപ്സിലോൺ കൊടുത്ത് ഇങ്ങോട്ടേക്ക് എങ്ങാനും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ടേ മൂവ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ഹാവ് 1. അതുകൊണ്ടാണ് Q2നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. Q1നെ നോക്കി, Q1 ഇറ്റ് സെൽഫ് വിൽ ബി എ പാർട്ട് ഓഫ് ദി എപ്സിലോൺ ക്ലോഷർ ആൻഡ് ഓൾസോ Q3 ബിക്കോസ് യൂസിങ് എപ്സിലോൺ ഐ കെൻ റീച്ച് Q3. Q2ൻ്റെ എപ്സിലോൺ ക്ലോഷർ ഇറ്റ് സെൽഫ് മാത്രമേ കാണത്തുള്ളൂ, കാരണം വേറൊരു എപ്സിലോൺ ട്രാൻസിഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. Q3യുടെയും അതുപോലെ തന്നെയാണ്, ഇറ്റ് സെൽഫേ ഉള്ളൂ, വേറൊരു ട്രാൻസിഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി കൺവേർട്ട് ആൻ എപ്സിലോൺ NFA ടു എൻ NFA. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും, ആൻഡ് ടുവേർഡ്സ് ദേ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. The first step is we need to draw the transition table for the given epsilon NFA. നമുക്ക് ചിലപ്പോൾ ഒരു ഡയഗ്രം തരുമായിരിക്കും, ചിലപ്പോൾ ഒരു ട്രാൻസിഷൻ ടേബിൾ ആസ് സച്ച് തരുമായിരിക്കും. ഓൺ ദി ഫസ്റ്റ് കേസ് വി ഹാവ് ടു ഡ്രോ ട്രാൻസിഷൻ ടേബിൾ. തന്നിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. The third step is to draw a transition table for the NFA. അതായത് നമ്മുടെ പുതിയ NFAക്ക് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കണം. അതിനായിട്ട് നമ്മളിപ്പം നമുക്കൊരു നമ്മളുടെ എപ്സിലോൺ NFA ടു NFA കണക്ട് ചെയ്യുന്നത് ഒരു ഡെൽ ഡാഷ് തമ്മിലുള്ള കണക്ഷൻ, ഡെല്ലും ഡെൽ ഡാഷും തമ്മിലുള്ള കണക്ഷനാണ് NFA, ഡെൽ ടു ഡെൽ ഡാഷ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ, NFAയുടെ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളത് ഇസ് ജസ്റ്റ് ദിസ്. അപ്പം എനിക്കൊരു Q0 സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇൻപുട്ട് സിമ്പിൾ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, A. ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെക്കുക. നേരത്തെ പറഞ്ഞ മെത്തേഡിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. സോ ഈ ഒരു ലൈൻ നിങ്ങൾ പഠിച്ചു വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൺവേർഷൻ ഈസി ആയിരിക്കും. എന്നിട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ട് NFA ടേബിൾ ഫില്ലിൻ ചെയ്യുക. അപ്പം NFA ടേബിൾ ഡ്രോ ചെയ്യുക, ആൻഡ് ദെൻ എപ്സിലോൺ ക്ലോഷർ വെച്ച് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. മേ ബി ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ ക്വസ്റ്റ്യൻ വിത്ത് ദ സെയിം സ്റ്റെപ്സ്. ലെറ്റ്സ് അപ്ലൈ ആൻഡ് ലെറ്റ്സ് ചെക്ക് വെദർ ആർ വി ഏബിൾ ടു ഗെറ്റ് ദ NFA ഓർ നോട്ട്. ഓക്കെ, സോ വി ആർ ഹാവിങ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റെപ്പ് 1 ഇസ് ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ ഫോർ ദി എപ്സിലോൺ NFA, റൈറ്റ്? അപ്പം നമുക്ക് ടേബിൾ വരയ്ക്കാം. Transition table, we are having states, we are having input alphabets. Q0, Q1, Q2. My input alphabet is 0, 1 and epsilon. Q0 ഇന്ന് 0 കൊടുത്താൽ എനിക്ക് Q0 തന്നെ കിട്ടും.
Q0 എനിക്ക് 1 കൊടുത്താൽ I will not get anything, hence I am going to write it as 5. Q0 ഞാൻ എപ്സിലോൺ കൊടുത്താൽ I'll go to Q1. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മൂവ് മാത്രമാണ് നമ്മൾ എഴുതുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ട്രാൻസിഷൻ ടേബിൾ. Q1 0 കൊടുത്താൽ ഇറ്റ്സ് 5, 1 കൊടുത്താൽ ഇറ്റ് ഇസ് Q1, എപ്സിലോൺ കൊടുത്താൽ ഇറ്റ്സ് Q2. Q2 0 കൊടുത്താൽ ഇറ്റ്സ് Q2, Q2 1 കൊടുത്താൽ ഇറ്റ്സ് 5, Q2 എപ്സിലോൺ കൊടുത്താൽ ഇറ്റ് ഇസ് 5. So we have completed our first step, that is draw the transition table for epsilon NFA. Next, step 2, find out the epsilon closure. നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ട്? 3 സ്റ്റേറ്റ്സ് ഉണ്ട്, Q0, Q1 ആൻഡ് Q2. Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്താ? Q0 itself will be an epsilon closure. എന്നിട്ട് എനിക്ക് എപ്സിലോൺ വെച്ചിട്ട് എനിക്ക് Q0 എവിടെയൊക്കെ എത്താനായിട്ട് പറ്റുന്നുണ്ട്? I can reach from Q0 to Q1 using epsilon and from Q1 to Q2. So എൻ്റെ epsilon closure will be Q0, Q1, Q2. അടുത്തത് നോക്കിക്കേ, Q1ൻ്റെ epsilon closure, Q1 itself will be an epsilon closure. Q1ൽ നിന്നും എനിക്ക് epsilon യൂസ് ചെയ്ത് എനിക്ക് Q2 പോവാം. So Q1, Q2 will be my second epsilon closure. Next one is Q2. Q2 itself is my epsilon closure. Along with that, there is nothing much I can do. കാരണം വെച്ചാൽ വേറൊരു epsilon transition ഇവിടെ എനിക്ക് കാണുന്നില്ല. It's Q2. എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി എൻ്റെ തേർഡ് സ്റ്റെപ്പ് എഴുതാം. Draw a transition table for NFA. ഇവിടെ again നമ്മൾ സ്റ്റേറ്റ്സ്, ഇൻപുട്ട് ആൽഫബറ്റ്സ് ഇവിടെ ഞാൻ 0, 1 മാത്രമേ വരത്തുള്ളൂ. സിൻസ് ഇറ്റ്സ് എൻ NFA, I will not be having my input alphabet as epsilon. What are my states? Q0, Q1 and Q2. ഇതിലോട്ട് ഫില്ല് ചെയ്യേണ്ട എന്താണ് എന്നുള്ളത് നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു. വാട്ട് വാസ് എ ഫോർമുല? എപ്സിലോൺ ക്ലോഷർ ഓഫ് del of epsilon closure of my state, my input alphabet. അതായത് ഫസ്റ്റ് എടുക്കുമ്പം Q0 with 0 എടുക്കാം. സോ Q0 with 0 ഞാൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ at first what is my epsilon closure of Q0, 0? സോ Q0, ഈ ഒരു Q0യുടെ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. What is the epsilon closure of Q0? That's nothing but Q0, Q1, Q2. ഇനി ഇവരിൽ ഓരോരുത്തരിൽ ഞാൻ എൻ്റെ ഡെൽ ഫംഗ്ഷൻ എടുക്കുവാണ്. അതായത് Q0യിൽ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? Q0യിൽ 0 വന്നു കഴിഞ്ഞാൽ എന്താ? Q0 ആണ്. Q0യിൽ 1 വന്നു കഴിഞ്ഞാൽ എന്താണ്? 1 വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, 5 ആണ്. Q2ൽ 0 വന്നു കഴിഞ്ഞാൽ Q2. So I can write it as Q0, Q2. റൈറ്റ്? ഇനി ഇതിൻ്റെ എപ്സിലോൺ ക്ലോഷർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ റിസൾട്ടിൻ്റെ എപ്സിലോൺ ക്ലോഷർ ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ എപ്സിലോൺ ക്ലോഷർ, Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്താണ്? Q0, Q1, Q2. Union with the epsilon closure of Q2, that is nothing but Q2. The final answer I get is Q0, Q1, Q2. അങ്ങനെ I am filling my first place. Q0, Q1, Q2. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മേ ബി ലെറ്റ്സ് ഡു വിത്ത് ദി നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ. Q0 ആൻഡ് 1 നമ്മുടെ നെക്സ്റ്റ് ട്രാൻസിഷൻ എടുക്കുകയാണ്. സോ ഹൗ വിൽ വി ഫൈൻഡ് ഔട്ട് എപ്സിലോൺ ക്ലോഷർ ഓഫ് del of epsilon closure Q0, 1. What is my epsilon closure of Q0? That is nothing but epsilon closure del of Q0, Q1, Q2, 1. ഓക്കെ, ഇനി നമ്മളുടെ ട്രാൻസിഷൻ ടേബിൾ നോക്കിയേ. Q0യിൽ 1 വരുമ്പോഴത്തേനും 5 ആണ്. Q1ൽ 1 വരുമ്പോൾ Q1 ആണ്. Q2ൽ 1 വരുമ്പോൾ 5 ആണ്. So what will I write here? I am going to write epsilon closure of del of Q0യിൽ 1 വന്നു കഴിഞ്ഞാൽ 5 ആണ്.
Q1 വന്നു കഴിഞ്ഞാൽ Q1 ആണ്, Q2 1 വന്നു കഴിഞ്ഞാൽ 5 ആണ്. Q1 റൈറ്റ്, സോറി ഡെല്ല് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. Q1. What is my epsilon closure of Q1? Q1, Q2. Fill in your table. Q1, Q2. ഓക്കെ, നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് വൺ. ഫോർ Q1, 0, epsilon closure of del of epsilon closure of Q1, 0. What is my epsilon closure of Q1? It's nothing but Q1, Q2. ഇനി ഈ ഒരു ഡെൽ ഫംഗ്ഷൻ, അതായത് ഡെൽ ഓഫ് Q1, Q2, 0. What is when 0 comes? When 0 comes, my Q1 is 5 and my Q2 is Q2. So, what shall I write here? I can write it as epsilon closure of del of, del വരത്തില്ല, del നമ്മൾ സോൾവ് ചെയ്യും. This is nothing but 5. Q2 with 0 is nothing but Q2. Epsilon closure of Q2, which is nothing but Q2. Fill in here. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് Q1, 1. Epsilon closure of del of epsilon closure of Q1 is nothing but Q1, Q2. Q1ഉം Q2നും 1 വരുമ്പോൾ എങ്ങനെയാണ്? Q1ൽ 1 വന്നു കഴിഞ്ഞാൽ Q1ഉം Q2വിൽ 1 വന്നു കഴിഞ്ഞാൽ 5 ആണ് വരുന്നത്. So that's nothing but epsilon closure of Q1, that is nothing but Q1, Q2. Again, fill in your table. So we are having Q1, Q2. അടുത്തത് Q2, 0ക്ക് epsilon closure of del of epsilon closure of Q2, epsilon closure of Q2, 0. epsilon closure of Q2 എന്താണ്? Q2ൽ 0 വന്നു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? Q2 ആണ് വരുന്നത്. So, epsilon closure of Q2, that is nothing but Q2 itself. ഇനി Q2, Q1 epsilon closure of del of epsilon closure of Q2 is Q2, 1. Q2, 1 is nothing but 5. So, epsilon closure of 5 is nothing but 5. Or else we don't usually take it into consideration. It is actually 5. So, ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? Q2 കിട്ടി, ഇവിടെ നമുക്ക് 5 കിട്ടി. So, this is my final transition table. ഇനിയിപ്പോൾ ഈ ടേബിളിനനുസരിച്ചാണ് നമുക്ക് ഡയഗ്രം വരയ്ക്കേണ്ടത്. So, I'm just going to draw my diagram here side by side. So, here we are having a transition table, right? First, draw Q0. Then, draw Q1. Draw Q2. ഞാൻ എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? How will we identify the starting state and the final state? എൻ്റെ എപ്സിലോൺ ക്ലോഷറിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. സോ Q0 എന്ന് പറയുന്നത് എൻ്റെ Q0ൻ്റെ എപ്സിലോൺ ക്ലോഷറിലുള്ളതാണ്, റൈറ്റ്? കണ്ടോ, ഇതെൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. സോ ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ആൻഡ് ഹെൻസ് ഓൾ ഓഫ് ദീസ് വിൽ ബി എ ഫൈനൽ സ്റ്റേറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. So, we are going to draw this here. This is my starting state. ഇനി Q0ൽ 0 വരുമ്പോഴത്തേനും എവിടെയൊക്കെ പോകുന്നത്? Q0യിൽ പോവും, Q1ൽ പോവും, Q2ൽ പോവും. 0 വന്നു കഴിഞ്ഞാൽ Q0യിൽ പോവും, Q1ൽ പോകും, Q2ൽ പോകും. Q0യിൽ 1 വന്നു കഴിഞ്ഞാൽ എവിടെ പോകും? Q1ൽ പോവും, Q2ൽ പോവും, Q1ൽ പോവും, Q2ൽ പോവും. Q1ൽ 0 വന്നു കഴിഞ്ഞാൽ എവിടെ പോവും? Q2ൽ പോവും. Q1ൽ 1 വന്നു കഴിഞ്ഞാൽ Q1ൽ പോകും, Q2ൽ പോവും. Q2ൽ 0 വന്നു കഴിഞ്ഞാൽ എവിടെ പോകും? Q2ൽ തന്നെ പോവും. Q2ൽ 1 വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5. ഹെൻസ് ദിസ് ഇസ് അവർ ഫൈനൽ എന്താണ് പറയുന്നത്? NFA എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു സംഭവം വേണം നമ്മൾ ലാസ്റ്റ്ലി എഴുതാനായിട്ട്. ദാറ്റ് ഈസ് അവർ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരും. സോ അവർ ഫൈനൽ NFA ഡയഗ്രാം എന്ന് പറയുന്നത് it will be this one.
സോ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ക്ലിയർ. സോ നേരത്തെ പറഞ്ഞതിൽ നിന്നും നമ്മൾ സ്റ്റേറ്റ്സ് എടുക്കുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ആൻ എറർ. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് പാർട്ട് ഇസ് ക്ലിയർ വിത്ത് യു.